ഗൈസ്, ഇനി നമുക്ക് കപ്പലണ്ടി വറുക്കാം. അതിന് ഞാനിപ്പോൾ ഒരു ഉരുളി ഞാൻ വെച്ചിരിക്കുകയാണ്. ഉണ്ണീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചട്ടി ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. മണ്ണിട്ടും വറുക്കും. ഞാൻ ആദ്യമായിട്ട് ഉപ്പിട്ട് വറുക്കണം. ഞാൻ മണ്ണിട്ട് വറുക്കണം. ഇപ്പം മണ്ണൊക്കെ നനഞ്ഞ് കുതിർന്ന് കിടക്കുക, അത് കാരണം എടുക്കാൻ സാധിക്കും. ഈ ഉപ്പ് നന്നായിട്ട് ചൂടാകട്ടെ. ഇപ്പോൾ ഉപ്പ് നന്നായി ചൂടായി ഗൈസ്. നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇത്ര നമ്മൾ ഇട്ട് കൊടുത്തോളൂ. കുറച്ച് ഇനി ഒരു ദിവസം ശാലം കൂടാം. അപ്പം പക്ഷേ എൻ്റെ കുറ്റിയെടുപ്പിൽ അറക്കപ്പൊടിയൊക്കെ തീർന്നിരിക്കുകയാണ്. അത് കാരണം തീയൊക്കെ കുറഞ്ഞ് ഇനി ഇത് കമത്തി കളഞ്ഞതിന് ശേഷം വേറെ നിറച്ചെങ്കിൽ ഇനി എനിക്ക് ചോറും കുടിവെള്ളവും ആവി പിടിക്കാനുള്ള തിളപ്പിക്കാൻ പറ്റും. അപ്പോൾ കപ്പലണ്ടി ഫ്രൈ ആയി കിട്ടുമോയെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എങ്ങനെയെങ്കിലും ആക്കി എടുക്കണം എനിക്ക്. ഹലോ ഗെയ്സ്, നമുക്ക് ഇച്ചിരി ഉപ്പിലാ വറുക്കണമെങ്കിലും അതിൽ ഉപ്പ് പിടിക്കത്തില്ല. അത് കാരണം നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയ ഉപ്പുനീര് വെള്ളം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊട്ടലും ചിറ്റിലൊക്കെ ഉണ്ട്, കാര്യമില്ല, ഉപ്പ് നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് എന്നിട്ട് ഇളക്കി കൊടുക്കാം. തീയൊക്കെ കുറഞ്ഞിരിക്കുവാണ് ഗെയ്സ്. എങ്ങനെയെങ്കിലും കപ്പലണ്ടി ആക്കി നമുക്ക് എടുക്കണം. ഇത് വേണം അടുത്ത് നിറക്കാൻ. ചൂടാവാനുണ്ട്. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ കപ്പലണ്ടി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് ഇതുകൊണ്ട് കോരിയെടുക്കാം. അങ്ങനെ കോരിയെടുക്കുമ്പോൾ കുറേ സമയം പിടിക്കും. പക്ഷേ എൻ്റെ കൈ പൊള്ളും ഗൈസ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോരി. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ജൂലി എന്ന് പറയുന്ന പട്ടി ഇവിടെ കിടന്ന് ഭയങ്കര കുറയാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ജൂലി എന്ന് പറയുന്ന പട്ടിയും കുഞ്ഞും. ഇതിന് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒരു തുണി പിടിച്ച് ഇങ്ങോട്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. ഇതാണ് എൻ്റെ കപ്പലണ്ടി ഫ്രൈ. എല്ലാവർക്കും ഇതാണ് എൻ്റെ ചെറിയ വീഡിയോസ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.